Boult Audio Xpods ഞാൻ അൺബോക്സ് ചെയ്തതിൽ വെച്ചിട്ട് അത്യാവശ്യം നല്ല മൈക്ക് ക്വാളിറ്റി ഉള്ളൊരു ബജറ്റ് ഇയർബഡ് ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് എക്സ്പോർട്സിൻ്റെ ഒരു അപ്ഗ്രേഡ് വേർഷൻ ആയിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അവരുടെ എക്സ്പോർട്സ് പ്രോവിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫാമിലി ആയിട്ട് ഫ്രണ്ട്സോടെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ബോക്സ് എന്ന് പറയുന്നത്. ഏറ്റവും മുന്നിലായിട്ട് ബോൾട്ട് ഓഡിയോയുടെ ലോഗോയും കൂടാതെ എക്സ്പോർട്സ് പ്രോ എന്ന് എഴുതിയിട്ടുണ്ട്. കൂടാതെ വിക്കി കൗശൽ നമ്മുടെ എക്സ്പോർട്സ് പ്രോ വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. സൈഡിൽ നോക്കുവാണെങ്കിൽ എക്സ്ട്രാ ബേസ്, ബിൽറ്റ് ഇൻ മൈക്ക്, ഡീപ് ബേസ് ആൻഡ് 3D അക്കോസ്റ്റിക്, 1 year വാറണ്ടി, ബിൽറ്റ് ഇൻ മൈക്രോ വൂഫേഴ്സ്. ഇതെല്ലാം തന്നെ പൊതുവെ ഞാൻ പറയുന്നതാണ്. ബോൾട്ട് ഓഡിയോയുടെ ഏതൊരു ഇയർബഡുകളുടെ ബോക്സ് നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് സെയിം പാറ്റേണിലുള്ള ഡിസൈനാണ്. ഏറ്റവും പറയുന്നത് നോക്കുവാണെങ്കിൽ മന്ത് ആൻഡ് ഇയർ ഓഫ് മാനുഫാക്ചറിംഗ് എന്ന് പറയുന്നത് മാർച്ച് 2022 മാക്സിമം റീറ്റെയിൽ പ്രൈസ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് 5999 രൂപയാണ്. എന്നാൽ നമുക്കിത് ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ 1199 രൂപയ്ക്കാണ് കിട്ടുന്നത്. അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ 1299 രൂപയാണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത് ബ്ലാക്ക് ആണ്. ഇതല്ലാണ്ട് നമുക്ക് വൈറ്റിലും അവൈലബിൾ ആണ്. പക്ഷേ ഫ്ലിപ്കാർട്ടിൽ ഇപ്പോൾ തൽക്കാലത്തേക്ക് ബ്ലാക്ക് മാത്രമേ ഉള്ളൂ. മെയ്ഡ് ഇൻ ചൈന എന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്തായാലും ഇനി പൊട്ടിച്ച് നോക്കുവാണെങ്കിൽ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് ഇവിടെ ബോൾട്ട് ഓഡിയോയുടെ ലോഗോ വെച്ചിട്ട് ഒരു ചെറിയൊരു ബോക്സ് ഉണ്ട്. അതിനകത്തൊരു വാറണ്ടി കാർഡ്, അതുപോലെ തന്നെ ഒരു യൂസർ ഗൈഡും ഉണ്ട്. അത് മാറ്റി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ എക്സ്പോർട്സ് പ്രോ ഇവിടെ ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ ഒരു ആക്സസറീസ് പാക്ക് ഉണ്ട്. ഇതിനകത്തൊരു ടൈപ്പ് സി മിനി കേബിൾ മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. എക്സ്ട്രാ ഇയർ ടിപ്സുകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കത്തില്ല. അതിന് കാരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇതൊരു ഹാഫ് ഇൻ ഇയർ ഇയർബഡ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബോൾട്ട് ഓഡിയോ എക്സ്പോർട്സ് പ്രോ. എന്തായാലും ഫിസിക്കലി ജസ്റ്റ് ഒന്ന് നോക്കുവാണെങ്കിൽ ബോൾട്ട് ഓഡിയോ എക്സ്പോർട്സിനെക്കാളും കുറച്ചുകൂടി ബൾക്കി ആയിട്ടുള്ള ഒരു കേസ് ആണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ മാറ്റ് ഫിനിഷ്ഡ് ആയിട്ടുള്ള ഒരു ഡിസൈനോട് കൂടിയിട്ടാണ് ഈ ഒരു കേസ് നമുക്ക് ലഭ്യമാകുന്നത്. ഏറ്റവും മുന്നിലായിട്ട് ബോൾട്ട് ഓഡിയോയുടെ ലോഗോയും കൂടാതെ തൊട്ട് താഴെയൊരു LED ഇൻഡിക്കേറ്റർ ഇവിടെ ഉണ്ട്. ഏറ്റവും അടിയിലായിട്ട് നോക്കുവാണെങ്കിൽ ഒരു ടൈപ്പ് സി പോർട്ട് ഇവിടെ ഉണ്ട്. ഇനി നമുക്ക് നമ്മുടെ കേസിൽ എത്ര ശതമാനം ചാർജ് ഉണ്ടെന്ന് എങ്ങനെ മനസ്സിലാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രാവശ്യം LED ലൈറ്റ് ഫ്ലാഷ് ആവുകയാണെങ്കിൽ ഇതിനകത്ത് 0 to 25% ഉണ്ടെന്നും, 2 പ്രാവശ്യം ഫ്ലാഷ് ആവുകയാണെങ്കിൽ 26 to 50%, 3 പ്രാവശ്യം ഫ്ലാഷ് ആവുകയാണെങ്കിൽ 51 to 75%, 4 പ്രാവശ്യം ഫ്ലാഷ് ആവുകയാണെങ്കിൽ 76 to 99% ചാർജ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഇനി ഫ്ലാഷ് ആവാണ്ട് ഓൺ ആയി ഇങ്ങനെ LED ലൈറ്റ് കിടക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് 100% ഇതിനകത്ത് ചാർജ് ഉണ്ടെന്നാണ്. ഇനി കേസ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ ഇയർബഡിലൂടെ വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരിപ്പുണ്ട്. ഇയർബഡുകളെ കുറിച്ച് പറയുവാണെങ്കിൽ 13mm ഡൈനാമിക് ഡ്രൈവേഴ്സോട് കൂടിയിട്ടാണ് ഈ രണ്ട് ഇയർബഡുകൾ നമുക്ക് ലഭ്യമാകുക. ഡിസൈൻ നോക്കുവാണെങ്കിൽ സെയിം എക്സ്പോർട്സ് തന്നെയാണ്, അതിൽ വേറെ ഒരു സംശയവുമില്ല. എന്നാൽ ഇവിടെ എടുത്തു പറയേണ്ടത് ജിയോമെട്രിക് ഡിസൈൻ ആണ് ഏറ്റവും അടിയിലായിട്ട് കാണാൻ സാധിക്കുന്നത്. ഡിസൈൻഡ് ഇൻ UK എന്ന് അവർ ഹൈലൈറ്റ് ആയിട്ട് തന്നെ ഈ ഒരു ഡിസൈൻ എഴുതി വെച്ചിട്ടുണ്ട് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ. ഈ ഒരു ജിയോമെട്രിക് ഡിസൈൻ കൊണ്ടാണ് നമുക്ക് എക്സ്പോർട്സ് ആണോ ഇത് എക്സ്പോർട്സ് പ്രോ ആണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും മുകളിലായിട്ട് ബോൾട്ടിന്റെ ഒരു ലോഗോ ആണ്. അവിടെയാണ് ആക്ച്വലി ടച്ച് കൺട്രോൾസ് എന്ന് പറയുന്നത്. ഇവിടെയും ഒരു ഡ്യുവൽ ടോണോട് കൂടിയിട്ടാണ് ഡിസൈൻ ഈ ഒരു കളർ വന്നിരിക്കുന്നത്. ബ്ലാക്കും ഒരു ലൈറ്റ് ബ്ലാക്കും ആണ് ഇവിടെ കാണാൻ സാധിക്കുന്ന കളേഴ്സ് എന്ന് പറയുന്നത്. ഇയർബഡുകളിലേക്ക് വരുമ്പോഴത്തേക്ക് എത്ര mAh ആണ് ഇയർബഡുകളിലുള്ള ബാറ്ററി കപ്പാസിറ്റി എന്ന് എഴുതിയിട്ടില്ല. എന്നാൽ പോലും നമുക്ക് സിംഗിൾ ചാർജിൽ 6 മണിക്കൂറും ഇയർബഡുകൾ 100% ചാർജ് ആകാനായിട്ട് 1 മണിക്കൂറും മതിയെന്ന് കമ്പനി ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി ടച്ച് കൺട്രോൾസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജസ്റ്റ് ഒരു 1 ടാപ്പിൽ കോൾ എടുക്കാനും കോൾ കട്ട് ചെയ്യാനും മ്യൂസിക് പ്ലേ ചെയ്യാനും പോസ് ചെയ്യാനൊക്കെ സാധിക്കും. അതുപോലെ തന്നെ ഡബിൾ ടാപ്പ് നമ്മൾ വലതുവശത്ത് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് ട്രാക്കിലേക്കും, ഡബിൾ ടാപ്പ് നമ്മൾ ഇടതുവശത്ത് ചെയ്യുകയാണെങ്കിൽ പ്രീവിയസ് ട്രാക്കിലേക്കും പോകും. അതുപോലെ തന്നെ ലെഫ്റ്റിലോ റൈറ്റിലോ ഏതിലാണെങ്കിലും ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ വോയിസ് അസിസ്റ്റൻസ് വർക്ക് ആവുന്നതാണ്. ബ്ലൂടൂത്ത് വേർഷൻ എന്ന് പറഞ്ഞാൽ 5.1, അതുപോലെ തന്നെ ബ്ലൂടൂത്ത് റേഞ്ച് എന്ന് പറയുന്നത് 10 മീറ്ററുമാണ്. കൂടാതെ IPX5 ഒരു വാട്ടർ ആൻഡ് സെറ്റ് പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം ഡ്രിസ്ലിംഗിലും അല്ലെങ്കിൽ വർക്കൗട്ട് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു പ്രോഡക്റ്റ് യൂസ് ചെയ്താൽ അങ്ങനെ പെട്ടെന്ന് അടിച്ചു പോകാൻ ചാൻസസ് വളരെ കുറവാണ്. 1 വർഷം നമുക്കിന് വാറന്റി ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ബേസിക് ആയിട്ട് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി കംഫർട്ടിനെ കുറിച്ച് പറയുവാണെങ്കിൽ കുഴപ്പമില്ല, ഒരു ഹാഫ് ഇൻ ഇയറിൽ നിന്ന് നമുക്ക് എന്തുമാത്രം കംഫർട്ട് കിട്ടും അത് തന്നെയാണ് നമുക്ക് ഇവിടെയും കിട്ടുന്നത്. എക്സ്പോർട്സ് പ്രോയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല ഒരു കംഫർട്ട് ലെവലിന്റെ കാര്യത്തിൽ. പിന്നെ ഹാഫ് ഇൻ ഇയർ ആയതുകൊണ്ട് തന്നെ 100% നമ്മൾ പാട്ട് കേട്ടാലും നമ്മൾ സറൗണ്ടിങ്സുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അതാണ് ഈ ഒരു ഹാഫ് ഇൻ ഇയറിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഉപയോഗം എന്ന് പറയുന്നത്. ഇനി മൈക്ക് ക്വാളിറ്റി അതുപോലെ തന്നെ മ്യൂസിക് ക്വാളിറ്റിയിലേക്ക് വരുവാണെങ്കിൽ ഇതിനകത്ത് ആക്ച്വലി കോട്ട് മൈക്കാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ പെർഫെക്റ്റ് ഒരു മൈക്ക് ക്വാളിറ്റി തന്നെ കിട്ടുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. എന്തായാലും നിങ്ങൾ ഇപ്പോൾ കേൾക്കാൻ പോകുന്നത് ഈ ഒരു ബോൾട്ട് ഓഡിയോ എക്സ്പോർട്സ് പ്രോയുടെ മൈക്ക് ക്വാളിറ്റി ആണ്. ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബോൾട്ട് ഓഡിയോ എക്സ്പോർട്സ് പ്രോയിൽ നിന്നും ലഭ്യമാകുന്ന ആ ഒരു മൈക്ക് ക്വാളിറ്റി ആണ്. പൊതുവെ ബോൾട്ട് ഓഡിയോ എക്സ്പോർട്സിന്റെ മൈക്ക് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എക്സ്പോർട്സ് പ്രോയിന്റെ മൈക്ക് ക്വാളിറ്റിയും പ്രത്യേകിച്ച് കോട്ട് മൈക്ക് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ പെർഫെക്റ്റ് ആയിട്ട് കേൾക്കാൻ സാധിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ഒരു മൈക്ക് ക്വാളിറ്റി ആക്ച്വലി ഞാൻ കേൾക്കാൻ പോകുന്നത് എഡിറ്റിംഗ് ടേബിളിലാണ്. എന്തായാലും ഈ ഒരു മൈക്ക് ക്വാളിറ്റി കേട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? എന്തായാലും അത് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക.
ഇതിനകത്ത് ആക്ച്വലി SBC AAC കോഡൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ AAC കോഡക്കിൽ 100% പാട്ട് കേട്ടാലും ആ ഒരു മ്യൂസിക് ക്വാളിറ്റി ലോസ് ആകാണ്ട് തന്നെ പാട്ട് നല്ല രീതിക്ക് തന്നെ കേൾക്കുന്നുണ്ട്. കൂടാതെ ബേസ് എന്ന് പറയുന്നത് ഹാഫ് ഇൻ ഇയറിൽ പൊതുവേ നമ്മൾ ഭയങ്കര ബേസ് പ്രതീക്ഷിക്കരുത്. എന്നാൽ ഹാഫ് ഇൻ ഇയറിൽ കിട്ടുന്ന ഒരു ബേസ് ഉണ്ടല്ലോ, അത് ഇവിടെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കിട്ടുന്നുണ്ട്. ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു എക്സ്പോർട്സ് പ്രോയിൽ പോകുന്നതിൽ വേറെ ഒരു പ്രശ്നവും ഇല്ല. എന്നാൽ ഈ ഒരു ഹാഫ് ഇൻ ഇയറിൽ ബേസ് കുറച്ച് ഡോമിനേറ്റഡ് ആയിട്ട് ആഗ്രഹിക്കുന്നവർ ഉറപ്പായിട്ടും എക്സ്പോർട്സ് പ്രോയിൽ പോകുന്നതിൽ വേറെ ഒരു പ്രശ്നവും ഇല്ല. ബോൾട്ട് ഓഡിയോയുടെ പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഡ്യൂറബിലിറ്റിയുടെ കാര്യം ചെറിയൊരു സംശയമുണ്ട്. കുറച്ച് ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിൽ എന്താ പറയുക, പെർഫെക്റ്റ് ആയിട്ട് നമുക്കത് വർക്ക്ഔട്ട് ആകുന്നുണ്ടോ ഇല്ലയോ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ജസ്റ്റ് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്നുള്ള രീതിക്കാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. കാരണം ബോൾട്ട് ഓഡിയോയിൽ ഞാൻ അൺബോക്സ് ചെയ്തിട്ടുള്ള പലതും ഇതുപോലെ പ്രശ്നങ്ങൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വന്നിട്ടുണ്ട്. എന്തായാലും ഇതിൻ്റെ കാര്യം ഞാൻ ഒരു 2 ആഴ്ചക്കകത്ത് പറയുന്നതാണ്. ഇനി ലേറ്റൻസിയുടെ കാര്യം പറയുവാണെങ്കിൽ നമുക്ക് ഗെയിം കളിക്കുമ്പോഴത്തേക്ക് ചെറിയൊരു ഡിലേ ഉണ്ട്. എന്നാൽ യൂട്യൂബിൽ വീഡിയോസ് കാണുമ്പോഴും അതുപോലെ തന്നെ നമ്മുടെ ഇന്റേണൽ പ്ലേയേഴ്സിലും എക്സ്റ്റേണൽ പ്ലേയേഴ്സിലും മൂവീസും അല്ലെങ്കിൽ മറ്റുള്ള വീഡിയോ സോങ്സ് ഒക്കെ കാണുമ്പോഴത്തേക്ക് ആ ഒരു ലിപ്സിംഗ് ഒക്കെ അതേപോലെ തന്നെ പോകുന്നുണ്ട്. ഇതിനകത്ത് ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു ഗെയിം മോഡ് അല്ലെങ്കിൽ ലോ ലേറ്റൻസി മോഡ് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം നമുക്ക് ഗെയിം കളിക്കുമ്പോഴത്തേക്ക് ചെറിയൊരു ഡിലേ എന്ന് പറഞ്ഞ് ഭയങ്കര വലിയ ഡിലേ അല്ല, നിങ്ങൾക്ക് കളിക്കാൻ പറ്റും. പിന്നെ ഈ ഒരു ഹാഫ് ഇൻ ഇയർ ഒക്കെ വെച്ചിട്ട് നമ്മൾ PUBG പോലുള്ള ഗെയിമുകളൊക്കെ കളിക്കുന്നതിനേക്കാളും നല്ലത് ഒരു ഇയർഫോൺ വാങ്ങിച്ചിട്ട് ഇയർ ഇയർഫോൺ വാങ്ങിച്ചിട്ട് കളിക്കുന്നതായിരിക്കും. ഒരു ഹാഫ് ഇൻ ഇയർ ഇയർബഡ് കൊണ്ട് നമുക്കുള്ള ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അത്യാവശ്യം മൂവീസ് കാണാനും പാട്ട് കേൾക്കാനും അതുപോലെ തന്നെ കോളൊക്കെ ചെയ്യാനാണ്. ഗെയിം കളിക്കുമ്പോഴത്തേക്ക് പൊതുവെ PUBG പോലുള്ള ഗെയിമുകൾ കളിക്കുമ്പോഴത്തേക്ക് നമുക്കൊരു ഇയർ ഇയർഫോൺ ആണ് കുറച്ചുകൂടി ബെറ്റർ എന്നുള്ളത് ഹാഫ് ഇൻ ഇയറിനേക്കാളും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പൊതുവെ ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. എന്തായാലും 1199 നമുക്കിത് വർത്ത് ആണോ എന്ന് ചോദിച്ചാൽ മ്യൂസിക് വൈസ് ആണെങ്കിലും നിങ്ങൾ മൈക്കോൾഡ് നിങ്ങൾ കേട്ടല്ലോ, അതല്ല വീഡിയോസ് ഒക്കെ കാണാൻ വേണ്ടിയാണെങ്കിലും ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുന്നതിൽ വേറെ പ്രശ്നമില്ല. പിന്നെ വീണ്ടും പറയുന്നത് ഡ്യൂറബിലിറ്റിയുടെ കാര്യം കുറച്ച് 2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഈ ഒരു വീഡിയോയിലൂടെ എന്തായാലും എക്സ്പോർട്സ് പ്രോയിനെ കുറിച്ചിട്ടുള്ള ഒരു ഏകദേശം ധാരണ നിങ്ങൾക്ക് ലഭ്യമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടെ ജസ്റ്റ് ഷെയർ ചെയ്യുക, കൂടുതൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.